റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നബിയേ തവല്ലത അന്നി ദുനിയ യാ റസൂലല്ലാഹ് വഖല്ലത് ദാതു യദി. നബിയേ, ദുനിയാവ് എന്നിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയാണ് നബിയേ. നബിയെ വഖല്ലത് ദാതു യദി, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയെ. എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ബിസിനസ് തുടങ്ങിയാലും പൊളിയാണ്, ഏത് ജോലി കയറിയാലും ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ ഫിനിഷ് ആവുകയാണ്. ഞാനൊരു കമ്പനി കയറി ആ കമ്പനിനെ പിരിച്ചുവിടാണ്, എന്നെ പിരിച്ചുവിടല്ല. ഇങ്ങനെ എന്നിൽ നിന്ന് ദുനിയാവ് പിന്തിരിഞ്ഞോടുകയാണ് നബിയെ. എന്റെ കയ്യിൽ ഒന്നുമില്ല. ഖല്ലത് ദാതു യദി, പൈസ ഇല്ല നബിയെ, ഞാനിപ്പോ എന്താ ചെയ്യാ? അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നൊരു സ്വഹാബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞപ്പോ, ഫഅൈന അൻത മിൻ സ്വലാത്തിൽ മലായിക വതസ്ബീഹിൽ ഖലായിഖ് വബിഹാ യുർസഖൂൻ. നിങ്ങൾ മാലാഖമാരായ അല്ലാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന പഠിച്ചിട്ടില്ലേ? വതസ്ബീഹിൽ ഖലായിഖ്, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ തസ്ബീഹും പഠിച്ചിട്ടില്ലേ? വബിഹാ യുർസഖൂൻ, അതുകൊണ്ടാണല്ലോ അല്ലാഹു സർവ്വ സൃഷ്ടികൾക്കും റിസ്ക് നൽകുന്നത്. ആ പ്രാർത്ഥന നിങ്ങൾ പഠിച്ചിട്ടില്ലേ? വമാദാ യാ റസൂലല്ലാഹ്, എന്താണ് നബി അത് റിസ്ക് കിട്ടാനുള്ള വഴി എന്താണ്? റിസ്ക് ലഭിക്കാനുള്ള വഴി എന്താണ്? ഒന്നുമില്ല നബിയെ. തവല്ലത് അന്നി ദുനിയ, ആ വാക്കന്നെ എങ്ങനെയാണ്? ദുന്യാവ് എന്നിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയാണ്, എന്നിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയാണ് ദുന്യാവ്. അപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊന്ന് പരാതി പറയാണ്, ഇങ്ങനെയുണ്ട് നബിയെ. ഖല്ലത് ദാതു യദി. ചില ആൾക്കാർക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ അള്ളാഹു ചില പരീക്ഷണങ്ങൾ നൽകും. അള്ളാഹു തആല അവന്റെ പരീക്ഷണങ്ങൾ അതിജീവിക്കാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് തരട്ടെ. നമ്മളെപ്പോഴും പറയുന്ന പോലെ നിസ്കരിച്ചാലും നോമ്പോറ്റാലും അള്ള പറയണ പോലെ നല്ല കുട്ടിയായി ജീവിച്ചാലും ഇഷ്ടംപോലെ പൈസ ഇട്ടും അതൊന്നും വിചാരിക്കണ്ട, ഉള്ള പൈസ പോയി എന്ന് വരും. അങ്ങനെ ഉണ്ടാവുക. എല്ലാ ഹലാലും നോക്കി കച്ചവടം ചെയ്താൽ നല്ല ലാഭം ഉണ്ടാവും, അതൊന്നും വിചാരിക്കണ്ട. ചിലപ്പോൾ പഴയ ലാഭം അത്രയും കിട്ടാതെ കച്ചവടം പൊളിഞ്ഞെന്ന് വരും. അതൊന്നുമല്ല വിഷയം. ഹലാല് കൊണ്ട് സമ്പാദിക്കുകയും ഹലാലിൽ പൊരുത്തപ്പെടുകയും ചെയ്യുക, ഇതാണ് അള്ളാഹു നോക്കുന്നത്. ചിലപ്പോൾ അള്ളാഹു ഒന്ന് നോക്കും, ഇവന്റെ ഉള്ളിലിരിപ്പ് എന്താണ്. പൈസ കിട്ടുകയെന്ന് കണ്ടാൽ ഞാൻ ഹലാൽ എന്നെ മതി, ഇത് പൈസ പോവുകയെന്ന് കണ്ടാൽ പഴയ വട്ടിപ്പലിശന്റെ ഏർപ്പാട് തുടങ്ങുകയും ചെയ്യും. ഈ മനസ്സവനുണ്ടോ ഇല്ലയോ അള്ളാഹു നോക്കുകയാണ്. നിസ്കാരവും നോമ്പൊക്കെ കൊണ്ടു നടക്കുന്ന സമയത്ത് എത്രയോ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു നിസ്കാരവും ഇബാദത്തും ഒന്നുമില്ല, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. പണ്ടൊരു ചെറുപ്പക്കാരന്റെ കല്യാണം ആലോചിച്ച് വരുമ്പോ ചെറുപ്പക്കാരനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ, നല്ല കുട്ടിയാണ്, കള്ളുടില്ല, ചീട്ടലില്ല, നിസ്കാരമില്ല, നോമ്പില്ല, ഒരു കുഴപ്പമില്ല. ഒരു ഏർപ്പാടില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു പ്രയാസമില്ല, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. നല്ല രീതിയിൽ ജീവിക്കുന്ന നിസ്കാരം നോമ്പും അള്ളാഹുവിനെ സംബന്ധിച്ച് അനുസരണയും ഒക്കെ ഉള്ള ചെറുപ്പക്കാരൻ. ഭയങ്കര പരീക്ഷണങ്ങൾ, എന്തെന്നില്ലാത്ത പരീക്ഷണങ്ങൾ. ഒരു ചെറുപ്പക്കാരെ ശാസ്ത്രം എന്താണെന്ന് അറിയില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ ജോലി പ്രയാസങ്ങളൊക്കെ അള്ളാഹു പെട്ടെന്ന് പരിഹരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അറിയുന്ന ചെറുപ്പക്കാരുണ്ട്, അദ്ദേഹം ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. വളരെ പ്രയാസത്തിലാണ്, വളരെ പ്രയാസത്തിലുള്ള മറ്റൊരാളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുമാണ്. ജോലി അന്വേഷിച്ചപ്പോ 2, 3, 4 വിസിറ്റ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞ് ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സങ്കടം പൊട്ടിപ്പോയി, കരഞ്ഞുപോയി. ഒരു ചെറുപ്പക്കാരനാണ്, നല്ല ഹൈലി ക്വാളിഫൈഡ് ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒക്കെ പഠിച്ച ആളാണ്. എന്താ ചെയ്യുക, അള്ളാഹു തആല ചെറിയൊരു പരീക്ഷണം കൊടുക്കാൻ, വന്ന് കടഞ്ഞെടുക്കാൻ. ഇവൻ ഇതിലൊക്കെ കടന്ന് ഈ കുഴച്ച് മറിയുമ്പോ എന്ത് സംഭവിക്കുന്നുണ്ട് അള്ളാഹു നോക്കാൻ. അള്ളാഹുവിന് വേണ്ടി പരീക്ഷണങ്ങൾ സഹിക്കുന്ന ആളുകളാണ് ഇവര്. അള്ളാഹു തആല തളർത്തിക്കളയില്ല. ഒരു ചെറിയ പരീക്ഷണം കൊടുത്തേക്കും. മനസ്സ് എന്താവുന്നുണ്ട്? അള്ളാഹ് എന്നെ കൈവടിയുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? അള്ളാഹു എന്നെ കൈവിട്ടു എന്ന് തോന്നുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും. അത് നിങ്ങൾക്ക് തോന്നരുത്. എന്റെ റബ്ബന്റെ കൂടെയുണ്ട്. എന്റെ റബ്ബെന്നെ ചെറുതായിട്ടൊന്ന് പരീക്ഷിക്കുകയാണ്. എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ അടിപതറാതെ നിൽക്കട്ടെ. എന്റെ റബ്ബ് തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, ഞാൻ പട്ടിണി കടന്നോളാം. എന്റെ റബ്ബിന്റെ തീരുമാനം ഇതാണോ, ഞാൻ സഹിച്ചോളാം. ഈ രീതിയിൽ നമുക്ക് മനസ്സുണ്ടോ ഇല്ലയോ, ഇത് അള്ളാഹു നോക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നല്ലവരായി ജീവിക്കുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അതൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത വിഷയം. അത് അള്ളാഹു തആല കണക്കാക്കിയ റിസ്ക് പോലെ വരും. കൊടുക്കേണ്ടവർക്ക് അള്ളാഹ് കൊടുക്കും, തടയേണ്ടവർക്ക് അള്ളാഹു തടഞ്ഞു വെക്കും. നമ്മൾ ചെയ്യാൻ പറഞ്ഞ പണി നമ്മൾ ചെയ്യുക, ഇതാണ് ഇവിടുത്തെ വിഷയം. ബോട്ടം ലൈൻ അതാണ്. നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞു, ഞാൻ അതുപോലെ ജീവിക്കുന്നു. വേറെ ഒരു ലാഭവും പ്രതീക്ഷിക്കേണ്ട. ചിലപ്പോ നേരത്തെ പറഞ്ഞ പോലെ നഷ്ടമായിരിക്കും ചിലപ്പോ വന്നിരിക്കുക. ദുന്യാവിൽ, ആഖിറത്തിന്റെ വിഷയത്തിലല്ലേ, ദുന്യാവിൽ നഷ്ടമായി തോന്നിയേക്കാം, പക്ഷെ ആഖിറത്തിൽ റിബ്ഹൻ കസീറ, വലിയ ലാഭമാണ്. അള്ളാഹു നമുക്ക് മനക്കരുത്ത് നൽകട്ടെ. തവല്ലത അന്നി ദുനിയ വഖല്ലത ദാതു യദി യാ റസൂലല്ലാഹ്. നബിയെ, എന്നെ കാണുമ്പോ ദുന്യാവ് ഓടുകയാണ്, എന്നെ കാണുമ്പോ ഓടുകയാണ്. എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയെ.
ആ സമയത്താണ് ഐന അൻത മിൻ സ്വലാത്തിൽ മലായിക വതസ്ബീഹിൽ ഖലായിഖ് വബിഹാ യുർസഖൂൻ. അല്ലാഹുവിന്റെ മാലാഖമാരുടെ പ്രാർത്ഥന നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ തസ്ബീഹും നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതുകൊണ്ടാണല്ലോ അല്ലാഹു റിസ്ക് നൽകുന്നത്. വമാദാ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ അത്? ഖുൽ, ഞാൻ പഠിപ്പിച്ചു തരാം ഈ പ്രാർത്ഥന, നിങ്ങൾക്ക് റിസ്ക് ലഭിക്കാനുള്ള പ്രാർത്ഥന. ഖുൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം അസ്തഗ്ഫിറുല്ലാഹ്. ഇത് നിങ്ങൾ പറയണം 100 മറത്തിൻ, 100 പ്രാവശ്യം പറഞ്ഞേക്കണം. മാ ബൈന തുലൂഇൽ ഫജ്രി ഇലാ അൻ തുസല്ലിയ സുബ്ഹ, ഫജ്ർ സ്വാദിഖ് വെളിവായിടം മുതൽ, ഫജ്റായത് മുതൽ സുബ്ഹി നിസ്കരിക്കുന്നത് വരെ, സുബ്ഹി നിസ്കാരത്തിന്റെ തൊട്ടു മുമ്പുള്ള സമയം. നിങ്ങളിത് 100 പ്രാവശ്യം പറഞ്ഞാൽ പറയേണ്ടത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം അസ്തഗ്ഫിറുല്ലാഹ്. അതിന്റെ അർത്ഥം സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തി പറയുന്നു. വബിഹംദിഹി, നിനക്ക് ഞാൻ സ്തുതി പറയുന്നു. അല്ലാഹ്, എല്ലാ ഹംദും നിനക്കുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഒരിക്കലൂടെ ഞാൻ വാഴ്ത്തുന്നു. റബ്ബേ അൽ അദീം, നീ എത്രയോ മഹോന്നതനാണല്ലോ അല്ലാഹുവേ, നീ അദീമാണ്, അദമത്തുള്ളവനാണ്. നിന്റെ മഹത്വം നിനക്കല്ലാതെ ഒരാൾക്കും അറിയാത്ത വിധം നീ അദീമാണല്ലോ റബ്ബേ. അസ്തഗ്ഫിറുല്ലാഹ്, നിന്നോട് ഞാൻ പാപമോചനം ചോദിക്കുന്നു അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ്, ചെയ്തു പോയ തെറ്റുകളിൽ ഞാൻ ഖേദിക്കുന്നു പടച്ചവനെ. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനെ സുബ്ഹാനല്ലാഹ് പറയുകയും വബിഹംദിഹി അൽഹംദുലില്ലാഹി എന്ന് അല്ലാഹുവിന് ഹംദ് പറയുകയും ചെയ്തതിന്റെ ശേഷം അസ്തഗ്ഫിറുല്ലാഹ്, ഇങ്ങനെ 100 പ്രാവശ്യം സുബ്ഹി വാങ്കിന്റെ ഇടയിൽ, സുബ്ഹി വാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ടു മുമ്പ് 100 തവണ ചൊല്ലിയാൽ നിങ്ങളുടെ മുമ്പിലേക്ക് ദുന്യാവ് വരും, പൈസ വരും. റാഗിമ, വേണ്ടാന്ന് വെച്ചാലും വരും. അതതിന്റെ അർത്ഥം. റാഗിമച്ചൻ, ആവശ്യമില്ലല്ലോ എന്നാലും. സ്വാഗിറച്ചൻ, വളരെ നിന്ദ്യമായ ഒരു അധ്വാനവും വേണ്ടാത്ത വിധത്തിൽ നിങ്ങളുടെ മുമ്പിൽ ദുന്യാവ് വരും. വയഖ്ലുഖുല്ലാഹു അസ്സ വജല്ല മിൻ കുല്ലി കലിമ, നിങ്ങൾ ചൊല്ലുന്ന ഓരോ വചനം കാരണം അല്ലാഹു ഒരു മലക്കിനെ നിങ്ങൾക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലാൻ ഏൽപ്പിക്കുകയും ചെയ്യും. യുസബ്ബിഹുല്ലാഹ ഇലാ യൗമിൽ ഖിയാമഹ ലക സവാബു, നിങ്ങൾ ചൊല്ലുന്ന ഓരോ തവണ ദിക്റിനും ഒരു മാലാഖ അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുകയും ആ തസ്ബീഹിന്റെ പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹു നൽകുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്തഗ്ഫിരി അവരുടെ ദഅവാത്തിൽ ഉദ്ധരിച്ചു. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. ഇതിന്റെ വിഷയം എന്താ വെച്ചാല്, പൈസ കിട്ടണവരെ ചൊല്ലിത് നിർത്തിക്കളയും. അതാണ് പ്രശ്നം. ജോലി പോയവരാ, ജോലി കിട്ടണവരെ ചൊല്ലി പിന്നെ നിർത്തി. പിന്നെ ആ വഴിക്കല്ല, ജോലി കിട്ടിയല്ലോ, ഇനിയിപ്പോ എന്താ, ഇനി ഖുർആൻ ക്ലാസ്സിന് വരേണ്ട ആവശ്യമില്ല, ഇനി സ്വലാത്തിനും വരേണ്ട ആവശ്യമില്ല, കാര്യങ്ങളൊക്കെ നടന്നല്ലോ. അതും അല്ലാഹു തആല പരീക്ഷിക്കുന്നൊരു വിഷയമാണ്. നിങ്ങളിത് കഴിഞ്ഞാൽ തവല്ല, ആവശ്യം കഴിഞ്ഞാൽ പിന്നെ പിന്തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥ ഉണ്ടോ? എന്നാലും അള്ളാഹുവിന്റെ കൂടെയുണ്ടോ? ഇതാണ് ആവശ്യം. നമുക്കറിയാൻ പറ്റുമല്ലോ, അങ്ങനെയല്ലേ പൈസക്കാരായ, പൈസയും സമ്പാദ്യവും കച്ചവടവും അള്ളാഹു ദുന്യാവൊക്കെ കൊടുത്ത ആളുകൾക്ക് എത്രയോ സുഹൃത്തുക്കൾ ഉണ്ടാവും. വേണ്ടാന്ന് വിചാരിച്ചാലും സുഹൃത്തുക്കൾ വരും. പക്ഷെ ജോലി നഷ്ടപ്പെട്ടാൽ, ഒരു പ്രയാസം സംഭവിച്ചു, കച്ചവടം നഷ്ടത്തിലായി, തകർന്നു, പൊളിഞ്ഞുപോയി, ആരാണോ ആ നേരത്ത് കൂടെ നിൽക്കുന്നത് അവരാണ് യഥാർത്ഥ സുഹൃത്ത്, അല്ലെ? ആ നേരത്ത് ആരാണ് ഒരു കൈ സഹായം ചെയ്യുന്നത് അവരെയാണ് നമുക്ക് ആവശ്യം, അവരെയാണ് നമുക്ക്, അല്ലെ? എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. അതാണ് നമ്മുടെ പ്രയാസങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾ, പ്രയാസങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകൾ. ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുകയാണെങ്കിൽ സറായിലും ദറായിലും അല്ലാഹുവിന്റെ ഒപ്പം നിൽക്കണം. നമ്മൾ സറായിലും ദറായിലും പരീക്ഷണങ്ങൾ വരികയാണെങ്കിലും സന്തോഷമുള്ള അവസ്ഥയിലും അല്ലാഹുവിന്റെ കൂടെയാണ്. അല്ലാഹുവിന്റെ ഹംദും സുബ്ഹാനല്ലാഹും ചൊല്ലുന്നത് അത്രയും പ്രതിഫലമുള്ള വിഷയമാണ്. മൻ സബ്ബഹ ദുബറ കുല്ലി സ്വലാ 33. നമ്മളൊക്കെ നിസ്കാരത്തിന്റെ പിറകെ 33 സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നവരാണ്. അല്ലാഹു ഇത് നിലനിർത്താൻ തൗഫീഖ് തരട്ടെ. 33 തവണ സുബ്ഹാനല്ലാഹ് ഒരാൾ ചൊല്ലിയാൽ
വഹമിദ 33 33 തവണ അൽഹംദുലില്ലാഹി എന്ന് ചൊല്ലിയാൽ, വകബ്ബറ 33 33 തവണ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ, വഖതമൽ 100 നൂറാമതായി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ ഗുഫിറത് ലഹു ദുനൂബുഹു വലൗ കാന മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിന്റെ നുരകളോളം ധാരാളം അവന്റെ പാപങ്ങൾ ഉണ്ടെങ്കിലും ആ ചെറുപാപങ്ങളെല്ലാം അള്ളാഹു ഈ ദിക്ർ കൊണ്ട് പൊറുപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുക. ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണിത്. നമ്മളൊക്കെ ചൊല്ലുന്നവരാണ്, അതിന്റെ പുണ്യം നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. മിസ്ല സബദിൽ ബഹർ പറഞ്ഞത് എന്താണ്? സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഇതിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. റബ്ബേ അൽഹംദുലില്ലാഹ്, നിനക്കാണ് റബ്ബേ സ്തുതി. ഇത് നമ്മൾ ഖൽബിൽ തട്ടി പറയാ. അല്ലാഹു അക്ബർ, റബ്ബേ എല്ലാറ്റിനേക്കാളും വലുത് നീയാണ്, എല്ലാറ്റിനേക്കാളും വലുതും നിന്റെ വിഷയമാണ്, നീയാണും നിന്റെ വിഷയവുമാണ് റബ്ബേ ഏറ്റവും വലുത്. നിനക്കാണ് റബ്ബേ എല്ലാ സ്തുതിയും, എനിക്ക് തന്നതെല്ലാം നീയാണ്, തരാനിരിക്കുന്നവനും നീയാണ്, നീയല്ലാതെ മറ്റാർക്കും തരാൻ കഴിയില്ല പടച്ചവനെ. സുബ്ഹാനല്ലാഹ്, നീ പരിശുദ്ധനാണ് പടച്ചവനെ. ഈ സുബ്ഹാനല്ലയും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും അല്ലാഹുവിന്റെ തഅദീമാണ്, അല്ലാഹുവിനെ പുകഴ്ത്തലാണ്. മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫിൽ യൗമി 100 മറ, ഒരു ദിവസം 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ ഹുത്തത അൻഹു ഖതായ, അവന്റെ തെറ്റുകൾ മാപ്പ് ചെയ്യപ്പെടും. വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിലെ നുരകളോളം ധാരാളം തെറ്റുകൾ ഉണ്ടെങ്കിലും അല്ലാഹുവിനത് വിഷയമല്ല, അല്ലാഹു പുറത്തു തരും. പറയേണ്ടത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇത് അദ്കാറു സ്വബാഹിൽ, രാവിലെ ചൊല്ലുന്ന ദിക്റുകളിൽ കാണാൻ കഴിയും. 100 മറ, 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി. 100 പ്രാവശ്യം ചൊല്ലണമെങ്കിൽ 100 മിനിറ്റ് വേണ്ട, വളരെ ചുരുങ്ങിയ സമയം, ഒരു 2-3 മിനിറ്റിനുള്ളിൽ ചൊല്ലി തീർക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 മറ, 100 പ്രാവശ്യം. ഇതിലൊക്കെ കിടക്കുന്നത് ഹംദാണ്. അള്ളാഹുവിന് ഒരു സൃഷ്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വിഷയം അതാണ്, റബ്ബിന് ഹംദ് ചൊല്ലുന്നത്. അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഹാമിദീൻ, റബ്ബിന് ഹംദ് ചൊല്ലുന്നവരിൽ അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.